അങ്കമാലി എന്ന് പറയുന്നത് സഭാചരിത്രത്തിലെ ഏറ്റവും പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്ട് 450 കോടി വിശ്വാസികളുടെ ഒരു വലിയ കൂട്ടായ്മ ഇവിടെ രൂപം കൊണ്ടു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആദ്യത്തെ ദേവാലയവും 450 ആരംഭിച്ചു എന്നുള്ളതാണ് ചരിത്രം പറയും. ചരിത്രത്തിൻ്റെ പ്രാധാന്യം വെച്ച് കണക്കാക്കി നോക്കുമ്പോൾ കൊടുങ്ങല്ലൂർ വന്ന് ഇറങ്ങിയ തോമാസ് ലീഗ സഞ്ചാരപാതയായിട്ട് സ്വീകരിച്ചത് അങ്കമാലി വഴി മലയാറ്റൂർക്കുള്ള വഴിയായിരുന്നുവെന്നും അങ്ങനെ തോമാസ് ലീഗയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായൊരു സ്ഥലമാണ് അങ്കമാലി എന്നും ചരിത്രം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സെൻറ്റ് ജോർജിൻ്റെ നാമത്തിലുള്ള ദേവാലയം വളർന്നു വരുവാൻ ഏറ്റവും കൂടുതൽ കാരണമായത് സർപ്പ ഭയമുള്ളവരും അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികളും മാരക രോഗങ്ങളുള്ളവർ ജീവിതത്തിൻ്റെ വലിയ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചിരുന്നവരെല്ലാവരും അഭയം പ്രാപിച്ചിരുന്ന ഒരു വലിയ വിശുദ്ധനാണ് സെൻറ്റ് ജോർജ്. എടത്തുവായും എടപ്പള്ളിയും അതുപോലെ നമ്മുടെ ഈരാറ്റുപേട്ടയും മുതലക്കോടവും എല്ലാം രൂപം കൊള്ളുന്ന കാലഘട്ടത്ത് തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി രൂപം കൊണ്ട ഒരു പ്രദേശമാണ് അങ്കമാലി സെൻറ്റ് ജോർജ് ദേവാലയവും അതിനോടനുബന്ധമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഈ പ്രദേശങ്ങൾ. ഇവിടുത്തെ തിരുനാൾ അതുകൊണ്ട് തന്നെ മലയാറ്റൂർ പുതിയ ഞായറാഴ്ച തിരുനാളിനോടനുബന്ധമായിട്ടാണ് ആഘോഷിച്ചു വരുന്നത്. മലയാറ്റൂർക്ക് പോകുന്നവർ ഈ സഞ്ചാരപാതയിലൂടെ പോകുന്ന അവസരത്തിലൂടെ കയറി അടിവെപ്പിക്കുകയും ഇവിടുത്തേതായ പ്രാർത്ഥനകളും ശുശ്രൂഷകളും സ്വീകരിച്ചതിന് ശേഷം പോവുകയോ അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഇതേ പാതയിലൂടെ തന്നെ തിരിച്ചു വന്ന് അവർ കൊടുങ്ങല്ലൂർ വന്നത് വിദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ പാണ്ഡ്യരാജ്യത്തിലേക്കോ ഒക്കെ പോകുന്ന ഒരു ചരിത്ര സംഭവമായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ തിരുനാളുകളെല്ലാം കേന്ദ്രീകൃതമായിരിക്കുന്നത് പുതിയ ഞായറാഴ്ചയുടെ പുതിയ ഞായറാഴ്ചയുടെ കൂടെയാണ്. നമ്മൾ ഇതിൻ്റെ നവേന ആരംഭിക്കുന്നത് സാധാരണയായിട്ട് ദുഃഖശനിയാഴ്ചയാണ്. ദുഃഖശനിയാഴ്ച തുടങ്ങിയാൽ തിരുനാളിൻ്റെ തലേദിവസം നവേന അവസാനിക്കുന്നു. തുടർന്ന് തിരുനാളിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം 16-ാം നൂറ്റാണ്ടിലാണ് മാർ അബ്രാഹം എന്ന് പറയുന്ന മെത്രാൻ ഇവിടെ അങ്കമാലിയിൽ താമസമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭദ്രാസന ദേവാലയമായ കിഴക്കേപ്പള്ളി സെൻറ്റ് ഫോർമീസ് ദേവാലയത്തോടനുബന്ധിച്ചും കൂടിയാണ് തിരുനാൾ നടക്കുക. അവിടെ വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് കുർബാനയും കൊടിയേറ്റും നടത്തിയതിന് ശേഷമാണ് ശനിയാഴ്ച വൈകിട്ട് ഇവിടെ കുർബാനയും കൊടിയേറ്റും നടത്തുക. അതിനെ തുടർന്ന് രൂപ എടുത്തു വയ്ക്കുക, മറ്റ് ഭക്ത ശുശ്രൂഷകളെല്ലാം നടത്തുക എന്നുള്ളതാണ് സാധാരണ പാരമ്പര്യമായിട്ട് നമ്മൾ കണ്ടുവരുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. തിങ്കളാഴ്ച ഈ വർഷത്തെ തിരുനാൾ വരുന്നത് 2026 ഏപ്രിൽ മാസം 12-13 തീയതികളിലാണ്. 8-ാം വരുന്നത് 18-19 തീയതികളിലുമാണ്. തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നവേന നടന്നുകൊണ്ടിരിക്കുന്നു. അത് വൈകിട്ട് 6 മണിക്ക് കുർബാനയോട് ആരംഭിക്കുന്നു. കുർബാനയും നവേനയും ലതിങ്ങുന്ന ക്രമത്തിലാണ് മധ്യസ്ഥ പ്രാർത്ഥനയും മറ്റും ഇപ്പോൾ ആഘോഷമായിട്ട് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകുക. തിരുനാളിൻ്റേതായ ആഘോഷത്തിൻ്റെ പുറമെ പള്ളി നടത്തി വരുന്ന വലിയൊരു സംരംഭമാണ് കാരുണ്യത്തിൻ്റെ കൈനീട്ടം എന്ന് പറയുന്ന അനേക ദരിദ്രരെ പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതി എന്നുള്ളത്. അത് ഏതാണ്ട് ഒരു 1 കോടി രൂപ നമ്മളൊരു വർഷം ഇതിനു വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ജനങ്ങളുടേതായ ചുറ്റുപാടുകൾ വിലയിരുത്തി അതിൻ്റെ കമ്മിറ്റി അർഹിക്കുന്ന രീതിയിലുള്ള വിഹിതങ്ങൾ കണ്ടെത്തി അത് നമ്മൾ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയാണുള്ളത്. അത് നന്നായിട്ട് നടന്നു പോകുന്ന ഈ വർഷത്തെ തിരുനാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തിരുനാളിൻ്റെ അന്ന് വൈകിട്ട് 5 ജോസഫിൻ്റെ മ്യൂസിക്കൽ നൈറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ഞായറാഴ്ചത്തെ തിരുനാളിൻ്റെ പ്രദക്ഷിണം കയറിയതിന് ശേഷമാണ്. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച നമ്മൾ പട്ടണപ്രദക്ഷിണം നടക്കുന്നു. അതും വളരെ മനോഹരമായിട്ട് 3 മണിക്കൂറോളം സമയമെടുത്ത് നടത്തുന്ന ഒരു വലിയ പ്രദക്ഷിണമാണ്. വാദ്യമേളങ്ങളുടെയും മറ്റു അകമ്പടിയോടുകൂടി ജനങ്ങളെല്ലാം അണിനിരക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് തിരുനാളിൻ്റെ നയിക്കുന്നുണ്ട്. ഈ വർഷം നമ്മൾ ചവിട്ടുനാടകം എന്ന് പറയുന്ന വിശുദ്ധ ഗീവർഗീസിൻ്റെ നാടകത്തെ കുറിച്ചുള്ള നാടകവും വെച്ചിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ടാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കലാപരമായിട്ടും
വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയും കരിമരുന്നിൻ്റേതായ ആ സാന്നിധ്യത്തിലുമെല്ലാം ഇങ്ങനെ മനോഹരമായിട്ട് ഈ വർഷത്തെ തിരുനാളുകൾക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം എൻ്റെ കൺവീനർ വിൻസെൻ്റ് പൈനാടത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാരുടെ സഹകരണത്തോടും പരിശ്രമത്തോടും കൂടി നടക്കുന്നുണ്ട്. ഇടവകജനങ്ങൾ ഒന്നടങ്കം സഹകരിക്കുന്നതാണ്. കാരണം പ്രതിസന്ധിയായിട്ടും ഓഹരിയായിട്ടുമാണ് ഇതിനായിട്ടുള്ള പൈസകൾ മുഴുവൻ കണ്ടെത്തുന്നത്. പള്ളിയിൽ നിന്നല്ല ഇതിൻ്റെ പൈസ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ജനപങ്കാളിത്തം കൊണ്ടും ജനങ്ങളുടേതായ ഓരോ വർഷവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും മനോഹരമായിട്ട് നടക്കുന്ന ഒരു തിരുനാളിനാണ് നമ്മളെല്ലാവരും സാക്ഷികളാകാൻ പോകുന്നത്. ഈ വർഷത്തെ തിരുനാളിന് നേതൃത്വം കൊടുക്കുന്നത് ഫാദർ ഷെറിൻ മാടവനെയാണ്. അതോടൊപ്പം തന്നെ ചെറിയാൻ മഴുവഞ്ചേരിയും നോബി അച്ഛനും ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ കൺവീനർ വിൻസെൻ്റ് പൈനാടത്ത്, കൈക്കാരന്മാർ ബാബു മഞ്ഞളി, ജീസൺ മുണ്ടാടൻ, വൈസ് ചെയർമാൻ സെബി വർഗീസ് മാണിക്കത്താൻ, ജോയിൻറ്റ് കൺവീനർ ആൽബർട്ട് ഇരുമ്പൻ, ട്രഷറർ ഷൈജോ ജോർജ്, സെക്രട്ടറി പോളച്ചൻ, ഔസക്കുട്ടി മുതലായ കമ്മിറ്റി കൺവീനർമാരെല്ലാവരുടെയും സാന്നിധ്യം ഈ തിരുനാളിൻ്റേതായ വിജയത്തിന് വളരെയേറെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സ്കൂളിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള കല്ലിടലും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് വിളിച്ചിരുന്ന അന്നത്തെ പ്രസ് കോൺഫറൻസിൽ എല്ലാവരും വന്ന് വളരെ ഭംഗിയായ രീതിയിൽ അതിൻ്റേതായ കാര്യങ്ങൾ നടത്തുന്നതിന് നിങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. ഈ തിരുനാളിൻ്റെ വിജയം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകരുടെ കയ്യിലാണ്. നിങ്ങൾ കൊടുക്കുന്ന വാർത്തയും നിങ്ങൾ കൊടുക്കുന്ന പ്രധാനമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള ചിത്രീകരണവും അതിനോടനുബന്ധിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ തിരുനാളിൻ്റെ വിജയത്തിന് അങ്ങേയറ്റം സഹായിക്കും, ഉപകാരപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ എല്ലാ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.